ഹായ് കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഓമല്ലൂർ, ഇവിടെ വാണിഭം നടക്കുന്ന അവിടെയാണ് കേട്ടോ. അവിടുത്തെ ഒരു സ്പൈസിയുടെ ഷോപ്പിൽ വന്നാണ് കണ്ടോ. ഇതാണ് കൊടംപുളി, ഇത് കണ്ടോ പെഴുപുളി. കൊടംപുളി പല സൈസുണ്ട് കണ്ടോ. ഇതൊക്കെയാണ് ഇത്. പിന്നെ ഇതെന്തുവാണ്? ചുക്ക് കരിപ്പെട്ടി. ഇത് ചുക്ക് കരിപ്പെട്ടി. ഇത് സാധാരണ കരിപ്പെട്ടി. ഏത് ഇതല്ലേ? ഇത് സാധാരണ കരിപ്പെട്ടി. അത് നയൻ കരിപ്പെട്ടി. അപ്പോൾ ഇതിന് വെച്ചേക്കുന്നത് ഇത് പനങ്കൽക്കണ്ടം ഉണ്ടോ. ചുക്ക്, ഇത് തക്കോലം, ഗ്രാമ്പു, ഇത് പെരിഞ്ചീരകം, കായം. കായം അങ്ങനെ കുറച്ചുണ്ട്. പിന്നെ സ്പൈസി എല്ലാം ഉണ്ട് കണ്ടോ ഇവിടെ. ഇതാണ് കോൺ പൗഡർ. ഞാൻ നിങ്ങളോട് പറയില്ലേ പുട്ടൊക്കെ പുഴുങ്ങി തിന്നുന്നെന്ന് പറഞ്ഞാൽ കോൺ പൗഡർ. ഇതെങ്ങനെയാണ് കിലോ വില? കിലോയ്ക്ക് 120 രൂപ കോൺ പൗഡർ. ഇതിൻ്റെ റവയുണ്ട്. കോണിൻ്റെ റവയുണ്ട്. ദാണ്ടിത് കിലോയ്ക്ക് 160. കിലോ 160 അല്ലേ? നമ്മുടെ കടയിൽ നമ്മുടെ സെയിൽസ്മാനാണ് ഈ നിൽക്കുന്നത്. ചേട്ടൻ്റെ പേരെന്താണ് ചേട്ടാ? പ്രകാശ്. പ്രകാശൻ. എവിടെയാണ് വീട്? എൻ്റെ വീട് വൈക്കം. വലിയ ഓള. അത് ശരി. ഇതാണ് നമ്മുടെ ഈ കടയിലെ സെയിൽസ്മാനാണ് കേട്ടോ. കടയാണ് താണ്ടിത്. ഇത് വലിയ കടയാണ്. അപ്പോൾ ആളുകളൊക്കെ തിരക്കൊഴിഞ്ഞു. ഇവിടെ 8 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ 8 ദിവസം ഞായറാഴ്ച ആയപ്പോഴത്തേന് കഴിഞ്ഞു. അപ്പോൾ ഈ തിങ്കളാഴ്ച ഇനിയിപ്പോൾ ഒരു നാളെ ഇത് കടയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എടുത്തുകൊണ്ട് പോകുന്ന ഒരു ഇതാണ്. ഉണ്ടല്ലേ? 2 ആഴ്ച നിൽക്കുമോ? ഒരു മാസം മൊത്തത്തിലല്ലേ? പക്ഷെ ആളുകളൊക്കെ കുറവായിരിക്കും അല്ലേ? അത് 2-3 സ്ഥലത്ത് ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ഇത് കഴിഞ്ഞിട്ട് നാളെ ഒരു മാസം കൊണ്ട് മൊത്തത്തിൽ അടുത്ത 15-ാം തീയതി വരെയുണ്ടല്ലേ? അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഇന്നത്തെ ഈ ഒരു കടയുടെ വിശേഷം. ഇതെന്തോടെ? കൽപ്പാത്തി പപ്പടം അല്ലേ? പാലക്കാടൻ കൽപ്പാത്തി മസാല പപ്പടം. ഇത് പാലക്കാടൻ കൽപ്പാത്തി പപ്പടം മസാല പപ്പടം അല്ലേ? അതാണ് ഇത്. കൊടംപുളി, നാടൻപുളി. ഇത് നാടൻ കൊടംപുളി കണ്ടോ. അപ്പോൾ ആദ്യം കാണിച്ച പുളി ഏതായിരുന്നു? ഇത് ഓരോ സ്ഥലത്തു നിന്നും കളക്ട് ചെയ്ത് കൊണ്ടുവന്ന അല്ലേ? ഓക്കെ. അങ്ങനെ അതാണ് മാനേജർ. ഇതാണ് മാനേജർ അല്ലേ? നമ്മുടെ കടയുടെ ഓണറാണ് ആ നിൽക്കുന്നത് കേട്ടോ. എന്താണ് പേര്? വെട്രിവേൽ. ഓ അത് ശരി, വെട്രിവേൽ മുരുക അല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത കടയിലോട്ടൊന്ന് പോയാലോ? ഇങ്ങനെ നമ്മൾ അടുത്ത ഒരു പാത്രക്കടയിൽ വന്നിട്ടുണ്ട് കണ്ടോ. ഇതാണ് ഉരുളി. ഇത് പോളിഷ് ഉരുളിയുണ്ട്, നാടൻ ഉരുളിയുണ്ട്. കണ്ടോ വിളക്കുകളുടെ ഒരു ശേഖരം. ഇവിടെ അലൂമിനിയം പാത്രങ്ങളും എല്ലാം ഉണ്ട്. അലൂമിനിയം പാത്രങ്ങളും കലങ്ങള് എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇത് ഓമല്ലൂർ വയൽവാണിഭം എന്നാണ് ഇതിൻ്റെ പേര് കണ്ടോ. വിളക്കുകൾ, അതിൻ്റെ സാധനമൊക്കെ വാങ്ങിക്കുന്ന ഒരു അമ്മയും മോളും ഒക്കെ ആയിട്ട് വന്നിരിക്കുന്നു. മോൾ ഇങ്ങോട്ട് നോക്കിയാൽ മോളെ. എന്താ പേര്? ആരാധ്യ അല്ലേ? അവർ കടയിൽ വന്നതാണ് കണ്ടോ. അവർ ഇതൊക്കെ ഇങ്ങനെ വാങ്ങിക്കുന്നു. അടുത്തത് കണ്ടോ സ്നാക്സ് കട. കണ്ടോ എന്തെല്ലാം സാധനങ്ങളുണ്ട് കണ്ടോ. നോക്കിയേ എന്തൊക്കെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ പേരൊന്നും പറയുന്നത്. അരിയുണ്ടയുണ്ട്,
കപ്പലണ്ടി മിഠായി ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നൊന്നും പേരൊന്നും അറിയത്തൊന്നുമില്ല. ഞാൻ നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. കണ്ടോ, ബജിക്കട. ബജിക്കടയുണ്ട്. നിങ്ങളെ കൂടെ എടുത്തല്ലോ, നിങ്ങൾ തൂക്കുന്ന നിങ്ങളെ എടുത്തു, നിങ്ങളുടെ കടയൊക്കെ എടുത്തു, തൂക്കുന്നതൊക്കെ കണ്ടു. തിരിച്ച് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നോക്കണം കേട്ടോ. ഇതെന്തുവാ ഇതെന്ത് മുറുക്ക? അരിമുറുക്കോ? അരിമുറുക്ക എല്ലാം അരിമുറുക്ക് തന്നെയാണല്ലേ. ആ, മിക്സർ പല വിധത്തിലുള്ളതുണ്ടല്ലേ മിക്സർ. എവിടെയാണ് ചേട്ടൻ്റെ വീട്? മാവേലിക്കര. ആ, ഓ, ഞങ്ങൾ ഇപ്പോൾ രാത്രി വെറുതെ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടൊക്കെ വന്ന. അപ്പോൾ കൂട്ടത്തിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് എടുത്ത് പോകാമല്ലോ എന്ന് വിചാരിച്ച്. എത്ര വർഷത്തെയാ? 40 വർഷം ആയിട്ട് വരുന്നതാണ് വയൽ വാണിഭത്തിന്. അത് ശരി. ഈ ചേട്ടൻ 40 വർഷമായിട്ട് വയൽ വാണിഭത്തിന് വന്ന് കച്ചവടം ചെയ്യുന്ന ഒരു ചേട്ടനാണ്. കണ്ടോ, അതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇനി അടുത്തൊരു കടയിലോട്ട് നമുക്ക് പോകാം. ഹലോ, ഇത് കണ്ടില്ലേ? ഊത് കേട്ടോ, ഊത് പുകയ്ക്കുന്ന സാധനങ്ങളാണ്. ആമാടപ്പെട്ടി മാതിരിയുള്ള പെട്ടികളും കണ്ടോ, ഊതും സാമ്പ്രാണിയും എന്നതാ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് ചട്ടി, ചെറിയ ചട്ടികൾ. കുറേ പാവകളുണ്ട്. എങ്ങനെയുണ്ട് ചേട്ടാ കച്ചവടം, ബിസിനസ്സൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ചേട്ടൻ്റെ പേരെന്താ ചേട്ടാ? ഷെരീഫ്. ചേട്ടനാണ് ഇവിടെ ഈ ഊതിൻ്റെ ബിസിനസ്. എവിടെയാ? നാട്ടിലെവിടെയാ? ഓച്ചിറ. അങ്ങനെ ഓച്ചിറക്കാരൻ ചേട്ടൻ ഷെരീഫ് ചേട്ടൻ്റെ കടയാണിത്. ഊതുകൾ എങ്ങനെ ബിസിനസ്സൊക്കെ കുഴപ്പമില്ല പോകുന്നുണ്ടല്ലേ? അങ്ങനെ നമ്മുടെ 40 വർഷത്തെ പഴക്കമുള്ള ചേട്ടനെ ഒന്നുകൂടെ ഒന്ന് കാണിക്കാം. കണ്ടോ, ഇതാണ് 40 വർഷമായിട്ട് വയൽ വാണിഭത്തിന് വരുന്ന ഒരാളാണ്. മാവേലിക്കരയാണ് വീടെന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇതാണ് പാലക്കാടൻ മൺചട്ടികൾ. കണ്ടോ, ഏതെല്ലാം മോഡൽ ചട്ടി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെയുണ്ട്. ഓമല്ലൂർ വയൽ വാണിഭം കേട്ടോ. ഇതൊരു മാസമുണ്ടെന്ന്, ആദ്യം 15 ദിവസമേ ഉള്ളെന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു മാസം ഉണ്ടെന്ന് പറയുന്നുണ്ട്. കണ്ടേ, പാലക്കാടൻ മൺചട്ടികൾ കണ്ട, പഴയ മാതിരിയുള്ള തിരിക പാത്രങ്ങളൊക്കെ വെക്കാനുള്ള തിരികകൾ കണ്ടോ. ഇതൊക്കെ ഇപ്പോൾ ഇവിടെ വരുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. കുപ്പി ഗ്ലാസ്സുകൾ പല വിധത്തിലുള്ള. ചേട്ടൻ അവിടെ ഇരുന്നിട്ട് ചിരിക്കുകയും ഫോൺ ചെയ്യുകയൊക്കെയാണ്. ഇതാണ് കോഴിക്കോടൻ വറവ് ഐറ്റംസ്. കണ്ടോ, കടയുടെ പേര് ബാംഗ്ലൂർ മുളക് ബജി. 2 കടയാണ്. അത് കണ്ടില്ലേ, ഇതാണ് വറവ് കട. ഓക്കെ, കോഴിക്കോടൻ അലുവകളുണ്ട്. കണ്ടില്ലേ, ബജ്ജി. മാല പോലെ
അതുകൊണ്ട് കണ്ടില്ലേ ഇതൊക്കെ കോടാലികളും ഒക്കെ കൂന്താലിയുടെ ഒക്കെ കൈകളാണ്. ഇതൊക്കെ ഇവിടെ വന്നിട്ട് ഉറപ്പിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. ചെരവകള്, എലിയെ പിടിക്കുന്നത്, എല്ലാ ഉപകരണങ്ങളും ഉറപ്പിക്കുന്ന ആളെ ഞാൻ. ആണല്ലയോ? താമരക്കുളം, താമരക്കുളത്തുള്ള ഇതൊക്കെ കൂന്താലിയും വെട്ടുകത്തിയും ഒക്കെ ഉറപ്പിച്ചു കൊടുക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. മേശരിയാണ്. എന്താണ് പേര്? മോഹനൻ. മോഹനൻ മേശരിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇതാണ് കണ്ടോ കത്തികള്, പറകള്, അതുകൊണ്ട് അങ്ങോട്ട് കയറി എല്ലാം പിടിക്കും. പറയ, പുളികള്, പിച്ചാത്തികള്, വെട്ടോത്തികള്, വാളുകൾ എല്ലാം വീട്ടുപകരണം. എല്ലാം വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടി സാധനങ്ങളാണ് അല്ലേ? ഇതാണ് ചങ്ങഴി അല്ലേ? ചങ്ങഴി, തോണി, എല്ലാ ഉപകരണവും ഉണ്ട്. പറയുണ്ട്, ചങ്ങഴിയുണ്ട്, നാഴിയുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. എല്ലാം മിതമായ വിലയ്ക്ക് കൊടുക്കും. മിതമായ വിലയ്ക്ക് ലഭ്യമാണ്. വയൽ ഓമല്ലൂർ വയൽ അല്ലേ? ആ. ഇനി ഇത് എത്ര ഒരു മാസം മൊത്തം ഉണ്ട്. ചാനലിൽ പോകും. ഇത് എന്റെ യൂട്യൂബ് ചാനൽ, ഇന്ദിരാ വിജയ് എന്നുള്ള യൂട്യൂബ് ചാനലിനകത്ത് പോകാനൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇത് ഞാൻ ലൈവ് ഇടാമെന്ന് വിചാരിച്ചിട്ട് വന്നതായിരുന്നു. അപ്പോൾ ആളും പേരും ഒന്നും ഇല്ലാതെ പോയി. അതുകൊണ്ട് ഏതൊക്കെ സൈസ് വേണമുള്ള കത്തികൾ കണ്ടോ, കത്തികൾ, കത്താളുകൾ, എനിക്ക് ചാത്തികൾ കാണാം. ഒരുപാട് സാധനങ്ങൾ, വെറൈറ്റി സാധനങ്ങളാണ് കേട്ടോ. കത്തികൾ ഏതൊക്കെ വെറൈറ്റികളുണ്ടെന്ന് നോക്കിയോ. കണ്ടോ കോടാലികൾ, വിറക് വെട്ടുന്ന മഴു, കോടാലി എന്ന് പറയുന്ന സാധനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. ഇനി നമുക്ക് അടുത്ത ഒരു പുതിയ വീഡിയോ ആയിട്ട് വരാം. ഇത് ഇവിടെ വന്നപ്പോൾ നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. ഈ പിച്ചാത്തി ഇതൊക്കെ ആയിട്ടുള്ള കണ്ടോ. ഇതാണ് ഓമല്ലൂർ വയൽ വാണിഫോ. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ ബൈ, ടാറ്റാ.